പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജനുവരി മാസം 24 പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചുള്ള കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ആമേൻ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവിന് കരമുയർത്തി പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു ഈ പ്രഭാതത്തിൽ. ആമേൻ. 18-ാം സങ്കീർത്തനം 31, 32 ഇങ്ങനെ പറയുന്നത്, യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയെ ആരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. ആമേൻ. 46, 49 യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. അതുകൊണ്ട് യഹോവയെ ഞാൻ ജാതികളുടെ മധ്യേ കർത്താവിന് സ്തോത്രം ചെയ്യും, കർത്താവിൻ്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. ആമേൻ. നമുക്ക് ഈ പ്രഭാതത്തിൽ ആ നാമത്തെ ഉയർത്തുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒന്നുകൂടെ ആ കരങ്ങൾ ഉയർത്തിയിട്ട് 7 പ്രാവശ്യം ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവ് നടത്തിയത്, ആമേൻ, കർത്താവ് പരിപാലിച്ചത്, കർത്താവ് സംരക്ഷിച്ചതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ മൗനമായിരിക്കാൻ പറ്റും? 7 പ്രാവശ്യം കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, തന്ന എല്ലാ നന്മകൾക്കും നന്ദി. ഹല്ലേലൂയ. ആരോഗ്യവും ആയുസ്സും സൗഖ്യത്തിനുമായിട്ട് സ്തോത്രം. ഭൂമിയിൽ ഞങ്ങളെ ശേഷിപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്തു. തന്ന സകല നന്മകൾക്കും നന്ദി, സകല കൃപകൾക്കും നന്ദി. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തെവിടെ ഇരുന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടലുകൾ ഇന്നത്തെ പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കുന്നു. രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ആമേൻ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നെഞ്ചിനകത്ത് അനുഭവപ്പെടുന്ന വേദന, നെഞ്ചിനകത്ത് അനുഭവപ്പെടുന്ന ഭാരം, നെഞ്ചിനകത്ത് അനുഭവപ്പെടുന്ന ബേണിംഗ് സെൻസേഷൻ ഇപ്പോൾ നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ വിഷയങ്ങളിലൂടെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് അവർക്ക് വിടുതൽ കൊടുക്കണം. ജോലിയില്ലാത്തവർക്ക് കർത്താവ് വഴി തുറന്നു കൊടുക്കണം. കർത്താവെ, ഈ പ്രഭാതത്തിൽ കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. കർത്താവ് അവരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളെ അയക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവരുടെ കുടുംബജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഈ ജനറേഷൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ സന്ദേശം കേൾക്കുന്ന വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി കർത്താവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് കൊടുക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന ദാസീദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേലും ദൈവപ്രവൃത്തി കാണുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കണം. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയർപ്പിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. നിങ്ങളെല്ലാവരും തന്നെ ഇന്നത്തെ സഭായോഗത്തിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല. ആമേൻ. റോമാലേഖനം അതിൻ്റെ 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. ആമേൻ. അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഇല്ല. ആമേൻ. അവിടെ കർത്താവ് തന്നെ സേവിക്കുന്ന അല്ലെങ്കിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷ ഒരുക്കി.
ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഇന്ന രാജ്യത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഇന്ന ഒരു വിഭാഗക്കാർക്ക് വേണ്ടിയല്ല. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നോ, ആ ക്രൂശ് മരണത്തിൽ ആര് വിശ്വസിക്കുന്നോ, യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കിയെന്ന് ആര് വിശ്വസിക്കുന്നു, അവർക്കൊക്കെ രക്ഷ ഒരുക്കുവാൻ തക്കവണ്ണം യേശുവിനെ നമുക്ക് ഈ ലോകത്തെ സ്നേഹിച്ചിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ തന്നത്. ഇന്ന ഒരു ദേശത്തെ അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തിയെ, ഇന്ന ഒരു കുടുംബക്കാർക്ക് വേണ്ടി മാത്രമല്ല, ആര് വിശ്വസിക്കുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് തൻ്റെ മുഖത്തേക്ക് നോക്കി ആര് വിശ്വസിക്കുന്നു അവർക്ക് രക്ഷ ഒരുക്കുവാനായിട്ടാണ് യേശുവിനെ അയച്ചത്. അതുപോലെ തന്നെയാണ് വിശ്വസിച്ചവരുടെ ജീവിതത്തിലും. ആമേൻ. വേദോസ്തം പറയുന്നു, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ ദൈവം. അപ്പം കർത്താവിന് മുഖപക്ഷമില്ല. ഇപ്പം ഞാൻ നന്മ ചെയ്യുന്നെങ്കിൽ ഞാൻ നന്മ അനുഭവിക്കും, ഞാൻ തിന്മ ചെയ്യുന്നുവെങ്കിൽ ഞാൻ തിന്മ അനുഭവിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യുന്നവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ മുഖപക്ഷം കൂടാതെ ദൈവം നോക്കുന്നത്. അല്ലെങ്കിൽ ഇന്നയാൾ നന്മ ചെയ്തിട്ടും അവർക്ക് പ്രതിഫലം കൊടുക്കാതിരിക്കത്തില്ല. നന്മ ചെയ്തിട്ടുണ്ടോ പ്രതിഫലം കൊടുക്കുക. കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ടോ അതിന് പ്രതിഫലമുണ്ട്. ആര് കർത്താവിൻ്റെ ആലയത്തിൽ വേല ചെയ്തിട്ടുണ്ടോ, കർത്താവിൻ്റെ രാജ്യത്തിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ കർത്താവ് പ്രതിഫലം കൊടുക്കും. കാരണം കർത്താവ് ഒരിക്കലും മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല, അവൻ അനീതി പ്രവർത്തിക്കുന്ന ദൈവമല്ല. ആമേൻ. ആര് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ, ആര് കർത്താവിനെ പ്രതി കഷ്ടം അനുഭവിച്ചിട്ടുണ്ടോ, ആര് കർത്താവിനെ സ്നേഹിച്ച് അവൻ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടോ അതിനൊക്കെ കർത്താവ് എന്ത് ചെയ്യും? പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും. ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, നീതിമാനെ കുറിച്ച് അവന് നന്മ വരും എന്ന് പറയുവീൻ, തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. അപ്പം നീതിമാനെ കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ഞാനും നിങ്ങളും നീതി പ്രവൃത്തികൾ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ നീതിമാന്മാരെ കുറിച്ച് പറയുക, അവന് നന്മ വരുമെന്ന് പറയുവീൻ. അവൻ എന്തേ വരുള്ളൂ? ദൈവത്തിൻ്റെ നീതീകരണം പ്രാപിച്ച്, യേശുവിൻ്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച് ആ റൈച്ചസ്നെസ്സിൽ, നീതിയിൽ ജീവിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾക്ക് നന്മ വരും, തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. എന്നിട്ട് 11-ാമത്തെ വാക്യം പറയുക, ദുഷ്ടന്മാർക്ക് അയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവൻ അനുഭവിക്കും. യെശയ്യാവിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യമാണ്. ദുഷ്ടൻ അയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവൻ അനുഭവിക്കും. അവൻ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും, അവനെന്തില്ല? മുഖപക്ഷമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നീതി പ്രവർത്തിക്കുക, നന്മ ചെയ്യുക, വിശുദ്ധിയിൽ ജീവിക്കുക, പാപത്തെ വെറുക്കുക. ആമേൻ. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവിൻ്റെ രാജ്യത്തിൽ വേല ചെയ്യുക. നന്മ അനുഭവിച്ച് നമുക്ക് മുന്നേറുവാൻ കർത്താവ് സഹായിക്കും കേട്ടോ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. നീതി ചെയ്യുന്നവൻ നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ രാജ്യത്തിൽ അധ്വാനിക്കുന്നവൻ നിശ്ചയമായിട്ടും അവൻ നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. അവനെ കർത്താവ് കൈവിടുകയില്ല. അതാരാണെങ്കിലും കർത്താവിന് വേണ്ടി ആര് പ്രവർത്തിച്ചോ അവർക്കൊക്കെ പ്രതിഫലം കൊടുക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവവേലയിൽ വർദ്ധിച്ചു വരിക, നന്മ പ്രവൃത്തികൾ ചെയ്യുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. അതിനൊക്കെ കർത്താവ് പ്രതിഫലം തരും. മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു വരിക. Amen. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.